ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാത്തിമ അജ്മൽ വ്ളോഗ്സ്. ദേ ചക്ക സീസൺ ഏകദേശം വൈൻഡപ്പിൽ എത്താറായി അല്ലേ. എന്നാലും അവസാനമുള്ള കുറച്ച് ചക്കകൾ വെച്ച് നമുക്ക് ഓരോരോ വിഭവങ്ങൾ അങ്ങ് തയ്യാറാക്കിയാലോ ഇനിയുള്ള ദിവസങ്ങളിൽ. ചക്കയും പ്ലാവും ഒക്കെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഇന്ന് ഞാൻ എന്തോ കാര്യമായിട്ട് ചക്ക വിഭവവുമായി എത്തിയിട്ടുണ്ടെന്ന്. അതെ, ഇന്ന് നമ്മൾ അടിപൊളി ചക്കയുടെ ആട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെ തുടങ്ങാമല്ലേ? ദേ ഇത്രയും ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചെടുത്ത് ഇതേപോലെ കുഞ്ഞായി അരിഞ്ഞ് മാറ്റുന്നുണ്ട്. എല്ലാം അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചക്ക ഉണ്ടല്ലോ, അത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഫുള്ളായിട്ട് തട്ടിയിടുക. ഇനി ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അപ്പം എങ്ങനെ ഇതേപോലെ ഇനി നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ശർക്കര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇതിനെ ഇളക്കി നന്നായിട്ട് ഇതേപോലെ കുറുക്കിയെടുക്കുക. ഉടച്ച് അതെല്ലാം ശർക്കര അലിഞ്ഞ് നന്നായിട്ട് കുറുകി വരുന്ന അവിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു കളറിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ അടിച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കയുടെ പൾപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി ഇതുപോലെ കുറുകി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഏലക്ക പൊടിച്ചതും പിന്നീട് കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്നും കൂടെ ഇളക്കി അതിലേക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാട്ടോ. ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി സെറ്റാക്കി ഇനി അതിലേക്ക് കുറേശ്ശെ മാവിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കുറേശ്ശെ ഇട്ട് ഇളക്കുമ്പം നമുക്ക് അതിലെല്ലാം പിടിച്ച് ഇതേപോലെ സെറ്റായി വരും. നമ്മുടെ മാവ് അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ്സ് നോക്കിയാലോ. കുറച്ച് തേങ്ങ, പിന്നെ നമ്മൾ ആദ്യം കുഞ്ഞായി അരിഞ്ഞ നമ്മുടെ ചക്ക, പിന്നീട് ശർക്കര എല്ലാം കൂടി ഇട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ അവിടെ മാറ്റി വെച്ചിരിക്കുന്ന മാവ് അങ്ങോട്ട് എടുക്കുക. ഫില്ലിങ്സ് ഇനി അങ്ങോട്ട് ഇല എടുക്കുക. അതിലേക്ക് നമ്മുടെ മാവ് അങ്ങോട്ട് ഇതേപോലെ പരത്തി കൊടുക്കുക. ഇനി നമ്മൾ ഇളക്കി സെറ്റാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സും കൂടെ നിറച്ച് മടക്കി എല്ലാം സെറ്റ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇലയും അതുപോലെ മാവ് നിറച്ച് ഫില്ലിങ്സ് നിറച്ച് സെറ്റാക്കി എടുക്കാം. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഈ ചക്കയുടെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് ഇഡലിക്കുട്ടുമൊക്കെ വെച്ച് നന്നായി ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ സെറ്റാക്കി നമ്മുടെ ഇലയുടെ എല്ലാം പെറുക്കി ചറപറാന്ന് നമ്മുടെ ഇഡലിക്കുട്ടത്തോട്ട് വെച്ചു. ഇനി അങ്ങോട്ട് അടയ്ക്കാം. ഒരു 10-20-25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല ആവിയും നല്ല മണമൊക്കെ വരുമ്പോൾ ഇതേപോലെ അങ്ങോട്ട് തുറക്കാം. എൻ്റെ പൊന്ന് സാറേ, ഈ മണത്തിൽ തന്നെ നമ്മൾ മയങ്ങി വീഴുവന്നേ. പിന്നീട് ഈ അടുപ്പിൽ വേവിക്കുന്ന നമ്മുടെ ഇല ഐറ്റംസിനെല്ലാം വല്ലാത്തൊരു ടേസ്റ്റ് തന്നെ അല്ലേ. നമ്മൾ ടേസ്റ്റി അടിപൊളി ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇനി അടിപൊളി ഒരു ചൂട് കട്ടനോടൊപ്പം ഈ ഇലയുടെ എങ്ങ് കഴിക്കാം. അടിപൊളിയാണെന്നേ. ഇന്നത്തെ നമ്മുടെ ചക്കയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു പുതുപുത്തൻ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം കൂട്ടുകാരെ. ലവ് യു ഓൾ. ബൈ ബൈ.